നമ്മ കലാഭവൻ ആണല്ലോ, കലാഭവൻ മണി അദ്ദേഹം ചാലക്കുടിയാന്ന് പറഞ്ഞോണ്ടാ പെട്ടെന്ന് ഞാൻ ചോദിച്ചത്. എന്താണ് ഓർമ്മകൾ? കലാഭവനിൽ ഞാൻ വരുന്നത് മണിച്ചേട്ടനൊക്കെ സല്ലാപത്തിലോട്ട് പോയതിന് പുറകെയാണ് ഞങ്ങളൊരു ടീം വരുന്നത് കലാഭവനിലോട്ട്. അപ്പം അതിനുശേഷം മണിച്ചേട്ടൻ കലാഭവനിൽ ചെയ്തുകൊണ്ടിരുന്ന മേജർ ഐറ്റംസ് കള്ളുകൂടിയൻ അതുപോലെ കുറേ സ്കിറ്റുകൾ ചെയ്തുകൊണ്ടിരുന്നത് ഞാനാണ്. പിന്നെ 99 സിനിമയ്ക്ക് വരാൻ ഒരു കാരണക്കാരനായതും അറിഞ്ഞോ അറിയാതോ മണിച്ചേട്ടനാണ്. മൈ ഡിയർ കരടി എന്ന് പറയുന്ന ഒരു സിനിമയിൽ മണിച്ചേട്ടൻ 2-3 ദിവസം അഭിനയിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഈ ഫുൾ മാസ്ക് ഇട്ടേക്കൊണ്ട് ഉള്ളിൽ ആരാന്ന് അറിഞ്ഞുകൂടാ. മണിച്ചേട്ടൻ ഓടി നടന്ന് 5-6 സിനിമയിൽ അഭിനയിക്കുന്ന സമയമാണ്. അപ്പോഴാണ് ഇങ്ങനെ മണിച്ചേട്ടൻ്റെ ഏകദേശം രൂപസാദൃശ്യമുള്ള എന്നാൽ അത്യാവശ്യം അഭിനയിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ കോട്ടയം നസീറൊക്കെയാണ് പറഞ്ഞത്. കലാഭവനിൽ ഒരാളുണ്ട്, ഞാനൊന്ന് മണിച്ചേട്ടനെ ഇമിറ്റേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ആ സിനിമയിലേക്ക് വരുന്നത്. അതിനകത്ത് ത്രൂ ഔട്ട് കരടിയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഞാനാണ്. മണിച്ചേട്ടൻ പിന്നെ ഡബ് ചെയ്ത് ഒരു കരടി, അതിനകത്തൊരു 3-4 കരടിയുണ്ട്, പല കരടിയായിട്ട് ഞാൻ വന്നതിനകത്ത്. പക്ഷെ ഫേസ് കാണുന്ന മറ്റൊരു കഥാപാത്രം കൂടെ ഉണ്ടായിരുന്നു അതിനകത്ത്. ആ ശബ്ദം ഒന്ന് കേൾപ്പിക്കാൻ പറ്റുമോ മണിച്ചേട്ടൻ്റെ? പ്രിയമുള്ള കലാപ്രേമികളെ, ഇത് ഞാനാ കലാഭമണി. ആ ചേച്ചിയുടെ ചിരിയുണ്ടല്ലേ, മണി പേഴ്സ് ചേച്ചി, ഐ ലവ് യു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അറിയാവുന്ന ഒരു കലാഭവമണി അല്ലാതെ ഉള്ളിലൊരു മണിച്ചേട്ടനുണ്ട്, വേറൊരു മണിയാണ്. അതെ, വേറൊരു കഥ ഞാൻ പറയാം. ഞാൻ എവിടെയും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മണിച്ചേട്ടനെ കുറിച്ച് അറിയാൻ മേലാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊരു അമേരിക്കൻ ട്രിപ്പ് പോയപ്പോൾ കേട്ടാ. ധർമ്മജനും ഞാനും ഒരു റൂമിലാണ്. മണിച്ചേട്ടൻ ഒറ്റയ്ക്ക് റൂമിൽ കിടക്കില്ല, പേടിയാ കിടക്കാൻ. സത്യം, റൂമിൽ ഒറ്റയ്ക്ക് കിടക്കില്ല, പേടിയാ. അപ്പം എല്ലാം കുളിയെല്ലാം കഴിഞ്ഞ് ഡ്രസ്സ് മാറിയിട്ട് നേരെ ഞങ്ങളുടെ റൂമിലോട്ട് വരും. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും മണിച്ചേട്ടൻ്റെ സൈഡിൽ ഇങ്ങനെ കിടക്കും. ഞങ്ങളിങ്ങനെ പിടിച്ചോണ്ട് മണിച്ചേട്ടൻ കിടക്കുന്നത്. ഒരു ദിവസം എന്തോ പറഞ്ഞപ്പോൾ ധർമ്മജന്റെ കൈ ഇങ്ങനെ തമാശന് പിടിച്ചിങ്ങനെ ഒന്ന് തിരിച്ച്. അപ്പോൾ ധർമ്മജൻ പറയും, എന്നാൽ പിന്നെ ചേട്ടൻ എന്നെ അങ്ങോട്ട് കൊല്ലു, എന്നിട്ട് എൻ്റെ കുടുംബത്തിന് ചെലവിന് കൊടുക്കുമെന്ന് പറഞ്ഞ് ധർമ്മജൻ ചൂടായി. അപ്പം മണിച്ചേട്ടൻ ഒന്നും മിണ്ടിയിൽ ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞ് ഞങ്ങളൊരു പാർട്ടി കഴിഞ്ഞ് വന്നപ്പം പുറത്തിങ്ങനെ നിൽക്കുമ്പം സലിംകുമാർ എന്ന് സിഗരറ്റ് വലിച്ചു നിൽക്കുക. ഞാൻ വലിക്കുകയല്ല, പക്ഷെ ഒരു പാർട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് തണുപ്പൊക്കെ ഉണ്ടല്ലോ. അപ്പം ആ മൂഡിൽ ഞാൻ പറഞ്ഞു, സ്ഥലമിട്ട് ഒരു പുകയെന്ന് പറഞ്ഞ് ഞാൻ പയ്യെ സിഗരറ്റ് എടുത്ത് വെച്ചത്. നീ എന്തിനാ വലിക്കണമെന്ന് പറഞ്ഞിട്ട് ഒറ്റ അടി എൻ്റെ കൈ കിട്ടി. വള വന്ന് ഇവിടെ വന്ന് തട്ടി. പെട്ടെന്നുള്ള ഇതായതുകൊണ്ട് ഞാനങ്ങ് ഷൗട്ട് ചെയ്ത്, എന്ത് പരിപാടിയാണ് മണിച്ചേട്ടൻ കാണിക്കുന്നു പറഞ്ഞ് ഞാനങ്ങ് ചൂടായി. സലിംകുമാർ ഇതുവഴി പോയി, ദിലീപേട്ടൻ ഇതുവഴി പോകുന്നുണ്ട്. മണിച്ചേട്ടൻ എൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കി ഒരു 2 സെക്കൻഡ് തിരിച്ചങ്ങ് പോയി. അന്ന് രാത്രി ഞങ്ങളുടെ റൂമിൽ വന്നില്ല മണിച്ചേട്ടൻ. പിറ്റേ ദിവസം ഒരു 10:30 നമ്മുടെ സുബി വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ മണിച്ചേട്ടനായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? നമ്മളില്ലടി, ഇന്നലെ ഇങ്ങനെ ഒരു ചെറിയ ഇതുണ്ടായി. അതെ, ആ വന്ന ഒരു മൂഡിൽ മണിച്ചേട്ടൻ റൂമിൽ ഇരുന്ന് കരയാന്ന് പറഞ്ഞു. ഞാനും ധർമ്മജനും സുബിയും കൂടെ ചെല്ലുമ്പോൾ പിള്ളേർ കരയുന്നവരിരുന്ന് കരയാണ് മണിച്ചേട്ടൻ. നിങ്ങളൊക്കെ എൻ്റെ അനിയന്മാരില്ലടാ, അതുകൊണ്ടല്ലടാ ഞാനിങ്ങനെയൊക്കെ പറയുന്നു പറഞ്ഞിട്ട് വന്നില്ല. എന്നിട്ട് കുളിച്ചിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല, കരയിരുന്നിട്ട്. പിന്നെ ഞങ്ങൾ പിന്നെ 3 പേരോടെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് കരച്ചിലൊക്കെ തീർത്ത് പിന്നെ റൂമിൽ വന്ന് പിന്നെ പഴയ ആളായി. മനസ്സിലായില്ലേ? അത് അങ്ങനത്തെ ഒരു മനസ്സുകൂടെ ഉണ്ടാ മനുഷ്യൻ. ഒരു തവണ വന്നപ്പം എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ പോകുന്ന നേരത്ത് പുള്ളിക്കറിയാം നമുക്കൊക്കെ ചെറിയ പൈസ. പോകുന്ന നേരത്ത് മനുഷ്യനും ഷജനന്ദടാ പ്രജ എന്ന് പറയുമ്പോൾ ഇവിടെ മാനേജർ ജോബി എങ്ങനത്രാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്വർണ്ണമോതിരം. ഒരുപാട് ഓർമ്മകൾ പറയാം മണിച്ചേട്ടനെ കുറിച്ച് പറഞ്ഞാലും. അതെ സാർ, അതെ. എനിക്കിതുപോലെ ലാസ്റ്റ് പുള്ളിയുടെ ലണ്ടൻ ട്രിപ്പിൽ ഞാൻ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ആയിരുന്നു നമ്മളെ കെയർ ചെയ്യണ കാര്യം. ഇപ്പം മിമിക്രിക്കാരുടെ കൂടെ നിൽക്കണ കാര്യമൊക്കെ ആൾ റൂമിൽ കിടക്കൂല. പിന്നെ ഇതുപോലെ ഞങ്ങൾക്ക് എല്ലാവരും കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഓരോ മോതിരം തന്നു. ഭയങ്കര ഒരു അനിയനെ കൊണ്ട് നടക്കണ പോലെയൊക്കെ ഒരു ഫീൽ ആയിരുന്നു നമുക്ക്. ശരിക്കും അത്രയ്ക്ക് കെയറിങ് ആയിരുന്നു ഞങ്ങൾ. അദ്ദേഹത്തിന് വേണ്ടി ഞാനൊരു സമർപ്പണം പോലെ ഉണ്ടാക്കിയൊരു 4 വരി പാടിക്കോട്ടെ. അപ്പോൾ ഈ പാട്ടിൻ്റെ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് ശബ്ദം എവിടെയാണെന്ന് ആലോചിച്ച് നടക്കുക, അങ്ങനെ ഒരു തീമാണ് ഇതിൽ. ചന്ദനപ്പൊട്ടും ചേലും ചിരിയും എന്നിനി കാണാനാ, ചാലക്കുടിയിലെ നോവും മിഴികളെ ആരു തുടയ്ക്കാനാ. ചന്ദനപ്പൊട്ടും ചേലും ചിരിയും എന്നിനി കാണാനാ, ചാലക്കുടിയിലെ നോവും മിഴികളെ ആരു തുടയ്ക്കാനാ. സങ്കട നീർമിഴിത്തുമ്പുകൾ എത്രയോ നീ തുടച്ചു. സന്ധിച്ച പാപങ്ങൾക്കിന്നിനി ആരുണ്ടു ചങ്ങാതി. കുന്നോളം സങ്കടം നെഞ്ചിലൊളിപ്പിച്ചു നീ ചിരിച്ചു. കുഞ്ഞോളം കൊച്ചു പിണക്കവുമായി നടന്നു. പൊന്മണിപ്പൂവേ ചിങ്ങനിലാവെ നീ മണ്ണിൽ പൊലിഞ്ഞതെന്തേ?
പൊന്നൊളി തൂകിയ നിൻ പ്രിയ വരികൾ നിന്നെ തിരയണുണ്ടേ നീറിപ്പുകയണുണ്ടേ നാടിന്റെ നന്മകൾ നാവൂറിപ്പാടി നടന്നവൻ നീ മണ്ണിന്റെ ഗന്ധവും ചന്തവും മനസ്സിൽ നിറച്ചവൻ നീ പച്ചയാം ജീവിത സത്യങ്ങൾ ഒച്ചയിൽ ചൊന്നവൻ നീ പച്ചരി കൊണ്ടു വളർന്നൊരു നാടിന്റെ മുത്തല്ലേ നീ ഓർമ്മകൾ മായാതോടിക്കളിപ്പുണ്ടോ മലയിന്നിവിടെ ചാലക്കുടി എന്ന നാടിന്റെ പേരിനു ചന്തം തെളിച്ചവനെ ചങ്ങാതിയായവനെ ചന്ദനപ്പൊട്ടും ചേലും ചിരിയും എന്നിനി കാണാനാ ചാലക്കുടിക്കാരൻ ചാലക്കുടി വിട്ട് എങ്ങോട്ട് പോവാനാ എങ്ങോട്ട് പോവാനാ എങ്ങോട്ട് പോവാനാ സുധീഷിന്റെ പാട്ടും ഈ വിഷ്വൽസും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നും സംസാരിക്കാൻ പറ്റാണ്ടിരിക്കുകയാണ് ഞാൻ. നല്ലൊരു പാട്ട് സുധീഷ് നന്നായിട്ട് പാടി. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു വാസന്തിയും ലക്ഷ്മിയും നാഷണൽ അവാർഡ് വാങ്ങിക്കാൻ വേണ്ടി ഡൽഹിയിൽ പോയത്. ഒരുപാട് ഓർമ്മകൾ അല്ലേ? അയ്യോ അയ്യോ ഒന്നും പറയാനില്ല സുധീഷ്. ഭയങ്കരമായിട്ട് ഉള്ളില് ഇതാണ്, ഉള്ളും നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. സത്യം പറഞ്ഞ കണ്ണീര് കരയാതിരിക്കാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പാട്ട് അസാധ്യമായിരുന്നു. അത് ആരാണ് മ്യൂസിക് ചെയ്തത്, ലിറിക്സ് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിനോട് പ്രത്യേകം പറയണം. ഷിൻസൺ പൂവത്തിങ്കൽ എന്നാണ് പുള്ളിയുടെ സ്റ്റുഡിയോയിൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചെന്നിപ്പോൾ പാടി നോക്കുമോ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ഈ പാട്ട് കിട്ടിയതാണ്. ഇങ്ങനെ മണിച്ചേട്ടൻ മുന്നേ നിൽക്കുന്നുണ്ട് എന്തായാലും അതേപോലെ. എന്തായാലും താങ്ക് യു സുധീഷ്.